മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സഭയ്ക്കുള്ള ദൂതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. 2 സഭയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചത്, എഫെസോസ് ആൻഡ് സ്മിർന. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടത് പിന്നീട് പുറകെ പോയിട്ട് അത് കാണണം. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ഇന്ന് നമ്മൾ പെർഗമോസ് സഭയെക്കുറിച്ചാണ് പഠിക്കുന്നത്. AD 313 തൊട്ട് 500 വരെയുള്ള രീതിയിലുള്ള ഒരു സഭയായിരുന്നു ഈ പെർഗമോസ് സഭ. ഈ പെർഗമോസ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് തന്നെ വിവാഹസ്ഥ എന്നൊക്കെയുള്ള മീനിങ്ങാണ് പെർഗമോസിനുള്ളത്. പാശ്ചാത്യ ആസ്യൻ പ്രവിശ്യയിലെ ഒരു പട്ടണമാണ് പെർഗമോസ്. നേരത്തെ നമ്മൾ സ്മിർനയെ പറഞ്ഞിരുന്നു. സ്മിർനയിൽ നിന്ന് ഏകദേശം 55 മൈലോളം വടക്ക് കിഴക്കായി കൈക്കസ് നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പെർഗമോസ് ആസിയയിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പട്ടണമാണ്. അത് ഏകദേശം ഉയർന്ന മലയിൽ ആയിരിക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് 15 കിലോമീറ്റർ അപ്പുറത്ത് മെഡിറ്ററേനിയൻ സീ കാണാം. അന്നേരം അത് കണ്ടാസ്വദിക്കാനായിട്ടും ഒക്കെ വിനോദസഞ്ചാരികളും ഒക്കെ ധാരാളമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. അതുപോലെ അത് റോമൻ ഭരണത്തിൻ്റെ കീഴിലുള്ള ഒരു സ്ഥലമായിരുന്നു. അത് മതപരമായിട്ടും സാംസ്കാരികമായിട്ടും പ്രധാനപ്പെട്ട ഒരു പട്ടണമായിരുന്നു പെർഗമോസ്. പെർഗമോസിൽ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളമുണ്ടായിരുന്നു. പ്രാചീന ലോകത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി ഈജിപ്തിലെ അലക്സാണ്ട്രിയ ആയിരുന്നു ആ സമയത്ത് ഏറ്റവും വലിയ ലൈബ്രറി. അത് കഴിഞ്ഞാലുള്ള സെക്കൻഡ് ഏറ്റവും വലിയ ലൈബ്രറി അവിടെ ഉണ്ടായിരുന്നു. ഏകദേശം 2 ലക്ഷത്തോളം പുസ്തക ശേഖരണം ആ സമയത്തുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിവിധ ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന രൂപം സൗഖ്യമാക്കുന്ന സർപ്പദൈവം, ഇതിന് സൗഖ്യത്തിന് ജ്ഞാനമുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നു. അത് ദേവൻ എന്നറിയപ്പെട്ടിരുന്നു. സിയൂസ് ദേവന് വേണ്ടി നിർമ്മിച്ച ബലിപീഠം അവിടെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും ആളുകൾ സൗഖ്യത്തിന് വേണ്ടി അവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. കൈസരെ ആരാധിക്കുക, കൈസർ കർത്താവെന്ന് പറയുക, ഏറ്റുപറയുക, അല്ലാത്തവരെ മരണശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തരത്തിലും സാത്താൻ്റെ ഒരു സിംഹാസനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സാത്താൻ പാർക്കുന്നിടം എന്നാണ് ആ പട്ടണത്തെക്കുറിച്ച് പറയുന്നത്. അഥേന, ഡയനോസിസ്, സിയൂസ്, അസ്ക്ലപ്പോയിസ് എന്നീ ദേവീദേവന്മാരെ ഇവർ ആരാധിച്ചിരുന്നു. സൗഖ്യദേവനായ അസ്ക്ലിപ്പോയിസിന് വേണ്ടി ആണ് മനോഹരമായിട്ടുള്ള ഈ ദേവസ്ഥലം പണിതിരുന്നത്. വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ കാണാം, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ വേറൊരു ഫോമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 2 സർപ്പം ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന ഒരു വൈദ്യശാസ്ത്രത്തിൽ ഇപ്പോഴും അത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഈ ദേവൻ്റെ യാഗപീഠത്തിന് ചുറ്റും തിങ്ങിക്കൂടിയ ആ സർപ്പത്തിൻ്റെ രൂപമൊക്കെയാണത്. അതിപ്പോഴും അത് യൂസ് ചെയ്യുന്നുള്ള കാണാം. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായ ഹിപ്പോക്രൈറ്റ് ഈ ഈസ്ക്ലിപ്പിഡ് ആയിരുന്നു എന്ന് കാണുന്നുണ്ട്. ദേവാലയത്തോടനുബന്ധിച്ച് ചികിത്സാ കേന്ദ്രങ്ങളുണ്ടായിരുന്നു. അതിനെ ആണ് ഈസ്ക്ലിപ്പിഡ് എന്ന് പറയുന്നത്. ആ ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ ചരിത്രത്തിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, ഡോക്ടർമാർ എഴുതുന്ന കുറിപ്പിനകത്ത് RX എന്നൊക്കെ എഴുതുന്ന ഡീറ്റെയിൽസ് എന്നൊക്കെയുള്ള കാര്യമാണ് ഇപ്പോൾ അത് പറയുന്നത്. എന്നാൽ ആ സമയത്ത് ഈജിപ്ഷ്യൻ ദേവനായ ഹോറസിൻ്റെ കണ്ണിൻ്റെ അടയാളമായിരുന്നു അത്. ഹോറസിൻ്റെ കണ്ണുകൾക്ക് രോഗശാന്തി നൽകാനുള്ള അത്ഭുതകരമായിട്ടുള്ള കഴിവുണ്ടെന്ന് വിശ്വസിച്ചിരുന്നു. ഇന്ന് ആ ചിഹ്നത്തിന് ആ അർത്ഥമല്ല ഉപയോഗിക്കുന്നത്. നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം, ആ അർത്ഥമല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. എന്നാൽ അങ്ങനെയായിരുന്നു അന്ന് ആളുകൾ വിശ്വസിച്ചിരുന്നത്. പുരാതന ഗ്രീക്ക് വിശ്വാസം അനുസരിച്ച് രോഗനിവാരകനായ ദേവൻ അപ്പോളോ ആയിരുന്നു. ആ ദേവൻ്റെ മകനായിരുന്നു അസ്ക്ലിപ്പിയോസ്. ആ ദേവൻ്റെ രൂപമാണ് വടിയിൽ ചുറ്റിപ്പിരിഞ്ഞു കിടക്കുന്ന സർപ്പം. അതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇന്നും നമ്മുടെ വൈദ്യശാസ്ത്രം ചിഹ്നമായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കറിയാമല്ലോ, സർപ്പം പിശാചിൻ്റെ അടയാളമാണല്ലോ. ഇവിടെ ആണ് സിയൂസിൻ്റെ ദേവൻ്റെ ബലിപീഠത്തിൽ യോഹന്നാൻ സാത്താൻ്റെ സിംഹാസനമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, സിയൂസ് ദേവ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലായിരുന്നു
പെർഗമോസിലെ സഭ ഉണ്ടായിരുന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ ഒരു വിശേഷം കാണാം. മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള റോമൻ ഭരണാധികാരികളെ രണ്ട് രീതിയിലാണ് കണ്ടിരുന്നത്. ഒന്ന്, വാൾ ധരിക്കുന്നവരും വാൾ ധരിക്കാത്തവരും. വാൾ ധരിക്കുന്നവർക്ക് മാത്രമേ കൊല്ലാനുള്ള അവകാശമുള്ളൂ, വാൾ ധരിക്കാത്തവർക്ക് ആ അവകാശമില്ല. ഇവിടെ പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ഇരുവായ്ത്തല എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വായ്ത്തലയുള്ള വാൾ മാത്രമേ ഉള്ളെങ്കിൽ ഇവിടെ ദൈവത്തിന് ഇവിടെ ഇരുവായ്ത്തലയുള്ള വാൾ പിടിച്ചിരിക്കുന്നു എന്നാണ്. അതായത് അതിനേക്കാളും പവർഫുള്ളാണ് ദൈവം എന്ന് പറയുന്നു. അതുപോലെ തന്നെ എബ്രായർക്കെഴുതിയ ലേഖനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇരുവായ്ത്തലയുള്ള വാളെന്ന് പറയുമ്പോൾ ദുരുദ്ദേശത്തെ വെട്ടുന്ന വാളും ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. സഭയിലെ ദുരുപദേശത്തെ കടന്നുകൂടുന്നതിനെ കൈകാര്യം ചെയ്യാനും ഈ ഇരുവായ്ത്തലയുള്ള വാൾ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ എവിടെ പാർക്കുന്നു എന്നതിനകത്ത് എന്നും അത് സാത്താൻ്റെ സിംഹാസനം ഉള്ളതെന്നും ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ അവരെക്കുറിച്ച് നന്നായിട്ട് പറയുന്നു. ഒന്ന്, നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. രണ്ടാമത്, എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. ഇവിടെ പാമ്പിൻ്റെ ശക്തിയും സ്യൂസിൻ്റെ ബലിപീഠവും ചക്രവർത്തിമാരുടെ ആരാധനയും ഒക്കെ ദൈവസഭയ്ക്ക് മുമ്പിലുണ്ടായിട്ടും സീസർ എൻ്റെ ദൈവമാണ് എന്ന് പറഞ്ഞ് ആൾ വർഷിപ്പ് ചെയ്യുമ്പോഴും അതല്ല, യേശുക്രിസ്തുവാണ് ദൈവം എന്ന് പറഞ്ഞ് ക്രിസ്തുവിൻ്റെ നാമത്തെ നിഷേധിക്കാതെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഉറച്ചു നിന്നൊരു സഭയായിട്ട് ഇതേ കാണുന്നു. ഈ സഭ, പെർഗമോസ് സഭ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ വിവിധ ശക്തികളവിടെ ഉണ്ട്. പാമ്പിൻ്റെ രോഗസൗഖ്യത്തിന് പാമ്പിൻ്റെ ശക്തി, അതൊരു ഈവിളാണ്. രണ്ട്, സിയൂസിൻ്റെ ബലിപീഠം, ചക്രവർത്തിമാരുടെ ആരാധന, ഇതിൻ്റെയൊക്കെ മധ്യത്തിൽ എൻ്റെ നാമം മുറുകെ പിടിച്ചു നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം, ഒരു നല്ല കാര്യം നിന്നെക്കുറിച്ച് പറവാനായിട്ടുണ്ട്. രണ്ടാമത്, എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ദൈവസഭയും ആ ദൈവത്തിലുള്ള ആളുകളും ഒക്കെ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. പഴയ നിയമത്തിൽ നമുക്കറിയാം, തീയിൽ കൂടി കടന്നുപോയ ശദ്രക്, മേശക്, അബേദ്നേഗോ, അതുപോലെ സിംഹക്കുഴിയിൽ കൂടി കടന്നുപോയ ദാനിയേൽ, ആദിമഭക്തന്മാർ, അവരൊക്കെ ദൈവം വിടുവിച്ചു. എന്നാൽ ഇവിടെ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും, അന്തിപ്പാസ് എന്ന് പറഞ്ഞൊരു രക്തസാക്ഷി അവിടെ ഉണ്ടായി, ആ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. പെർഗമോസ് സഭയിലെ ആദ്യത്തെ ബിഷപ്പായിരുന്നു അന്തിപ്പാസ്. അസ്ക്ലിയോപ്പിയസ് ദേവന്റെ ക്ഷേത്രത്തിലെ പുരോഹിതർ ഒരു ലഹളയിൽ വെച്ച് പിച്ചള കൊണ്ടുള്ള കാളയെ വലിയ രൂപം ഉണ്ടാക്കി അന്തിപ്പാസിനെ അതിലടച്ച് തീ വെച്ച് ചുട്ടുകൊന്നു എന്നാണ് കരുതുന്നത്. അന്തിപ്പാസിന്റെ മരണത്തിന് ശേഷം ആ സഭയ്ക്ക് ആത്മീയ പതനം ഉണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് പൗലോസ് എഫസോസിൽ എഴുതിയ സഭയ്ക്ക് എഴുതുമ്പോഴേ, ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കൾ വരുമെന്ന് പറഞ്ഞതുപോലെ ദൈവത്തോടും വചനത്തോടും വിശ്വസ്തതയുള്ള ഇടയന്മാർ ഇല്ലാതെ വന്നപ്പോൾ പിശാച് ജനത്തെ വഞ്ചിച്ചു. അന്തിപ്പാസിനെ അവർ കൊന്നതാണ്. പ്രത്യേകിച്ച് കാളയുടെ ഒരു വലിയ രൂപം ഉണ്ടാക്കി അതിനകത്ത് കയറ്റി ചുട്ടുകൊന്നു അന്തിപ്പാസിനെ. ആദ്യത്തെ ബിഷപ്പായിരുന്നു. എന്നിട്ട് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചില്ല എന്നുള്ള കാര്യം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. എന്നാലും നിന്നെക്കുറിച്ചൊരു കുറ്റം പറവാനായിട്ട് ഇനിയുമുണ്ട്. 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവിടെ മുമ്പിൽ ഇറച്ചു വെപ്പാൻ ബാലാക്കിന് ഉപദേശം കൊടുത്ത ബിലിയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്കുണ്ട്. അതുപോലെ തന്നെ അവണ്ണം നിക്ലോരുടെ ഉപദേശം കൈക്കൊള്ളുന്നവരുമുണ്ട്. എവിടെ കാണുന്നത് ഫെയ്ത്ത് ഇത്തിരി ഡിറ്റോറിയേറ്റ് ചെയ്തു പോയി എന്ന്, ലോകം അതിൽ കയറി എന്നുള്ളതാണ്. ബിലിയാമിൻ്റെ ഉപദേശത്തെക്കുറിച്ച് വിശുദ്ധിയും വേർപാടുമൊക്കെ ഉപേക്ഷിച്ച് ഭൗതികത്തോട് അനുരൂപരായി ജീവിക്കുന്നതാണ് ബിലിയാമിൻ്റെ ഉപദേശം. കൂലിക്ക് പ്രസംഗിക്കുന്നവർ അല്ലെങ്കിൽ പ്രവചിക്കുന്നവർ ബിലിയാമിൻ്റെ പിൻഗാമികളാണെന്ന് വേണമെങ്കിൽ പറയാം. വ്യക്തിയെ നോക്കി, അവിടെ ധനത്തെയും സ്ഥാനത്തെയും ഒക്കെ നോക്കി, അവിടെ ലക്ഷണങ്ങൾ നോക്കി പറയുന്നവരെ.
ദൈവിക കൃപാവരങ്ങളെ സാമ്പത്തിക നേട്ടങ്ങൾക്കായി ഉപയോഗിക്കുന്നതാണ് ബിലെയാമിൻ്റെ വഴി എന്ന് പറയുന്നത്. അവർ നേർവഴി വിട്ട് തെറ്റി ബെയോരിൻ്റെ മകനായ ബിലെയാമിൻ്റെ വഴിയിൽ നടന്നു. 2 പത്രോസ് 2:15 പറയുന്നതാണ്. കൂലി വാങ്ങി ശുശ്രൂഷ ചെയ്ത ആദ്യത്തെ വ്യക്തിയായിരുന്നു ബിലെയാം. കൂലി വാങ്ങി ശുശ്രൂഷ ചെയ്ത് ദൈവിക അരുളപ്പാട് അറിയിക്കുന്നതിന് ധനമോഹത്തിന് വേണ്ടി അറിയിക്കുക, മുന്നിൽ നിൽക്കുക എന്നുള്ളത്. ശരിക്കും ഇന്നും അത് ദൈവിക സഭയിൽ ഇന്നത് കയറിക്കൂടിയിട്ടില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. സംഖ്യാപുസ്തകം 24ഉം 25ഉം അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് ബിലെയാമിനെ ദൈവം ഒരു പ്രൊഫറ്റായിട്ട് എടുത്തിട്ട് അവിടെ പോയി ദൈവമക്കളെ അനുഗ്രഹിക്കാൻ പറയുന്ന ഭാഗം 3 പ്രാവശ്യമായിട്ടത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നാൽ എന്താ സംഭവിച്ചത്? അവിടെ ബിലെയാം പോയി അവരെ അനുഗ്രഹിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കളെ ശപിക്കാൻ കഴിയില്ലെന്ന് ഗ്രഹിച്ച ബിലെയാം അതിന് പകരമായി ദുർമാർഗത്തിനും വിഗ്രഹ സേവയ്ക്കുമായി ഇസ്രായേലിനെ വശീകരിക്കുവാൻ ബാലക്കിനെ ഉപദേശിച്ചു. അതുകൊണ്ട് എന്താണ് വഞ്ചനയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്ത ശിക്ഷയെക്കുറിച്ച് ഇവിടെ യൂദയുടെ ലേഖനത്തിലെ വാക്യം 11 പറയുന്നുണ്ട്. ബിലെയാമിനെ റെഫർ ചെയ്യുന്നുണ്ട്. ബിലെയാമിനെ ന്യൂ ടെസ്റ്റ്മെൻറ്റിലെ പത്രോസ് റെഫർ ചെയ്യുന്നുണ്ട്, യൂദ റെഫർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കാര്യം എന്ന് വെച്ചാൽ വേൾഡ് പൈസ വാങ്ങി പൈസയോടുള്ള താല്പര്യം അല്ലെങ്കിൽ ധനത്തോടുള്ള താല്പര്യത്തിൽ ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന കാര്യം ഇന്ന് ആധുനിക പശ്ചാത്തലത്തിൽ ഇത് ധാരാളമായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശരിക്കും രൂപയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പണത്തിന് വേണ്ടി മനുഷ്യർ എന്തും ചെയ്തു കാട്ടുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. ഒരു വ്യക്തിക്ക് നല്ല പ്രസംഗപാഠവും വേദപരിജ്ഞാനവും നയപരമായിട്ട് ഇടപെടാനുള്ള ആർജിത കഴിവുകളും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ശ്രദ്ധിക്കുക, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുമുള്ള വിശ്വാസികളെ ബോധം വരുത്താനായിട്ട് കഴിയുന്നില്ലെങ്കിൽ അത് എത്ര ആത്മീയ പ്രസംഗം എന്ന് പറഞ്ഞാലും അത് നിഷ്പ്രയോജനവും ബിലെയാമിനുള്ളത് മാത്രമേ. ബിലെയാമിൻ്റെ ക്യാരക്ടറാണത്. ശരിക്കും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനം നമ്മളെ ശുദ്ധീകരിക്കാനും പാപത്തെക്കുറിച്ചുള്ള ബോധം കൊണ്ടുവരാനും ദൈവം അല്ലെങ്കിൽ നമ്മളെ ന്യായം വിധിക്കും, കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിത്തീരണം എന്നുള്ളതിന് വേണ്ടിയാണ് വേദപരിജ്ഞാനവും പ്രസംഗപാഠവും ഒക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. എന്നാൽ അതിനുവേണ്ടി അത് വിനിയോഗിക്കപ്പെടാതെ കുറേ കഴിവ് പ്രദർശിപ്പിക്കാനും ആളുകളെ പ്രസംഗത്തിന് ഇമ്പമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ സൂചിപ്പിക്കാനും ഒക്കെയുള്ള ചിന്തകൾ ഈ നാളുകളിലെ ബിലെയാമിൻ്റെ പ്രവർത്തനത്തിന് ഈക്വലാണ് എന്ന് നമ്മൾ ഓർക്കുക. ആത്മീയ കാഴ്ചപ്പാടിലെ ഇടയൻ ആത്മീയ നശിപ്പിക്കാൻ പിശാച് ഇടപെടണമെന്നില്ല. പകരം അവനൊരു കസേര കൊടുത്താൽ മതി. കസേര കൊടുത്തു കഴിഞ്ഞാൽ അവൻ തന്നെ സ്വയമേ നശിച്ചു പോകും. അതുപോലെ ഒരു ഭക്തനായ വിശ്വാസിയെ നശിപ്പിക്കാൻ സമ്പത്ത് ധാരാളം മതി. ഭക്തനായ വിശ്വാസി സമ്പത്ത് കാണുമ്പോൾ ബൈബിളിൽ പറയുന്ന മാമോൻ എന്നാണ് സമ്പത്തിനെ കുറിച്ച് പറയുന്നത്. മാമോനെയും ദൈവത്തെയും ഒരിക്കലും സേവിക്കാനായിട്ട് സാധ്യമല്ല. അന്നേരം മാമോൻ ഒരുപാട് വന്നു കഴിയുമ്പോൾ മിക്കവാറും അതിൻ്റെ മാനേജ്മെൻറ്റിലേക്ക് പോയിട്ട് ദൈവത്തിലുള്ള പരിജ്ഞാനം കുറഞ്ഞു വരുന്ന അനുഭവങ്ങളെ കാണുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയാൽ മനുഷ്യർക്കുള്ള ദാസന്മാരാകരുത് എന്ന് വചനം പഠിപ്പിക്കുന്നു. 1 കൊരിന്ത്യർ 7:22 തൊട്ട് വായിക്കാം. ദാസനായ കർത്താവിനാൽ വിളിക്കപ്പെട്ടവർ കർത്താവിൻ്റെ സ്വതന്ത്രരാകുന്നു, അങ്ങനെ തന്നെ സ്വതന്ത്രരായി വിളിക്കപ്പെട്ടവർ ക്രിസ്തുവിൻ്റെ ദാസനാകുന്നു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. ദൈവം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നുണ്ട്. ദൈവത്തിന് ചില പർപ്പസ് ഉണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ മനുഷ്യന്മാരുടെ ദാസന്മാരാകരുത്. ബിലെയാം പണത്തിന് വേണ്ടി ചില സജഷൻസ്, ചില ഹെൽപ്ഫുൾ ഹിൻസൊക്കെ ബാലാക്കിന് കൊടുക്കുന്നു. അതിനുശേഷം പിന്നീട് ഒരുപാട് പ്രയാസം ഉണ്ടായത് നമുക്ക് ഇനി വേറൊരു ദിവസം ചിന്തിക്കാം. ബിലെയാമിൻ്റെയും നിക്ലോവരുടെയും ഉപദേശം കൈക്കൊള്ളുന്നവർ നിൻ്റെ ഇടയിലുണ്ട് എന്ന് പറയുന്നു. അതിനെയും കുറിച്ച് ഇനി കുറച്ചും കൂടി സംസാരിക്കേണ്ട. എന്താണ് ബിലെയാമിൻ്റെ സമയത്ത് നടന്നിരുന്ന കാര്യങ്ങളെന്ന് സംഖ്യാപുസ്തകത്തിനകത്ത് 24-25 അധ്യായങ്ങളിലുണ്ട്. അതിനെക്കുറിച്ചും കുറച്ച് കാര്യം കൂടെ പറഞ്ഞിട്ട് അത് ക്ലിയർ ആവുള്ളൂ. അതിനുശേഷം നമുക്ക് അവർക്ക് കിട്ടുന്ന ഈ സഭയ്ക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക്
സംസാരിക്കണം. അത് വേറൊരു ദിവസം, അടുത്ത ദിവസം സംസാരിക്കാം. നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് വാച്ച് ചെയ്യണം. പ്രത്യേകിച്ച് ഈ സഭയ്ക്ക് കൊടുക്കുന്ന ദൂതുകൾ ഇപ്പോഴും റെലവൻ്റ് ആണ്. ഇതാണ് ബൈബിളിൻ്റെ ഏറ്റവും വലിയ ആധികാരികത എന്ന് പറയുന്നത്. ബൈബിൾ പഠിക്കുന്നതനുസരിച്ച് അതിനകത്ത് മഹത്വം കൂടി വരികയാണ്. നേരത്തെ പഠിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മെസ്സേജുകളാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഓരോ പുതിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഇന്നത്തെ സഭയ്ക്കും ഇതെല്ലാം ആവശ്യമാണ്. ഈ വേർപാട്, വിശുദ്ധി ഓരോരുത്തർക്കും ആവശ്യമാണ്. സഭയിലുള്ള ഓരോരുത്തർക്കും ആവശ്യമാണ്. ലോകവുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ ദൈവത്തിനുള്ള ആ സ്റ്റാൻഡേർഡ്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ സ്റ്റാൻഡേർഡ്, ദൈവത്തിൻ്റെ ആ വിശുദ്ധി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ പ്രവൃത്തി, അത് നമ്മുടെ ജീവിതങ്ങൾ കണ്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതം പിന്നെ യൂസ്ലെസ് ആയി തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇത് ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം പറയുന്നു. ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കും. യോഹന്നാൻ്റെ കാലഘട്ടത്തിൽ കൈസറായിരുന്ന ഡൊമേഷ്യനും വെസ്പേഷ്യനും ക്രിസ്ത്യാനിത്യത്തെ തുടച്ചു നീക്കുവാനായിട്ട് ആ സമയങ്ങളിൽ ശ്രമിച്ചു. അവരത്രയ്ക്ക് ക്രൂരരും കഠിന ഹൃദയരുമായിരുന്നു. അവസാനം വെസ്പേഷ്യൻ ജീവനൈരാശ്യത്തിൽ എന്ത് പറ്റിയെന്നറിയാമോ? തന്നെത്താനെ കത്തിയെടുത്ത് കുന്തമെടുത്ത് കുത്തി ആത്മഹത്യ ചെയ്തിട്ട് അവസാനം വിളിച്ചു പറഞ്ഞ വേർഡ് ഇതായിരുന്നു: ഗലീലക്കാര, ഒടുവിൽ നീ തന്നെ ജയിച്ചു. അതുകൊണ്ട് എന്താ പറയാൻ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, ഈ ക്രിസ്ത്യാനിറ്റിയെ തുടച്ചു നീക്കാനായിട്ട് ഏതൊക്കെ കാര്യങ്ങൾ, ഏതൊക്കെ സമയങ്ങളിൽ, ഏതൊക്കെ എംബ്രേഴ്സ് നോക്കിയിട്ടുണ്ടെങ്കിലും അത് പിന്നെയും വളർന്നു വരികയാണ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അതെന്താണ് കാര്യം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് ദൈവത്തിൻ്റെ വചനം കൊടുത്ത് ആളുകളെ ശുദ്ധീകരിച്ച് മുമ്പോട്ട് നടത്തിയതുകൊണ്ട് മാത്രമാണ് ആ സഭ ഇന്നും തുടർന്നു പോകുന്നത്. സഭ പല പീഡനങ്ങൾ കൂടി കടന്നുപോയി, ഒരുപാട് പെർസിക്യൂഷൻ കടന്നുപോയി. എന്നാൽ ആ ആളുകളെല്ലാം ചുട്ടുകരിച്ചു, മൃഗങ്ങളുടെ മുമ്പിലിട്ടു, വാളിനാലെ കൊന്നു. പല വിശുദ്ധന്മാരും പാർട്ടികളിലെ ഗാർഡനിലെ തീയായിരുന്നു, എന്ന് വെച്ചാൽ അവരെ ജീവനോട് കത്തിക്കുകയായിരുന്നു. ആ കത്തിക്കുന്ന ആ സമയത്ത് അവരുടെ ആ തീയിലായിരുന്നു അവിടുത്തെ ആഘോഷം നടത്തിക്കൊണ്ടിരുന്നത്. വിശുദ്ധന്മാരെ കത്തിക്കുകയായിരുന്നു. അങ്ങനെയുള്ള പെർസിക്യൂഷനായിരുന്നു ആ സമയങ്ങളിൽ റോമൻ എംപറേഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലും സഭ വളർന്നു, ഈ ദിവസങ്ങൾ വളർന്നു. കാരണം പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുന്നതുകൊണ്ടാണ് വളരുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ കർത്താവിൻ്റെ വരവാസന്നമായിരിക്കുന്നുണ്ട്. നമ്മളും ആ രീതിയിൽ വളരാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ എല്ലാവരും എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ ദൈവം ശക്തമായി നമ്മളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന ദിവസങ്ങളാണ്. കൂടുതൽ അനുഭവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്നവർ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് പ്രാർത്ഥിക്കുന്ന രോഗികൾക്ക് വലിയൊരു വിടുതൽ ദൈവം തരും. ദൈവം അനുഗ്രഹിക്കും. ദൈവമായ കർത്താവേ, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിലെ കർത്താവേ, ഞങ്ങൾ സഭയുടെ ദൂതിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവേ, ഞങ്ങൾ ചെയ്യാനായിട്ടുള്ള വേണ്ടാത്ത ഉപദേശങ്ങളൊക്കെ ഞങ്ങൾ വിട്ട് ശുദ്ധമായിട്ട് ഉള്ള മായമില്ലാത്ത പാല് കുടിച്ച് ദിവസവും വളരുവാനായിട്ടും കർത്താവേ, വിശുദ്ധിയും വേർപാട് സൂക്ഷിക്കുന്നവരായിരിക്കാനായിട്ടും നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിലയാമിൻ്റെ വഴിയിൽ പോകാനോ നിക്ലോവിയുടെ വഴിയിൽ പോകാനോ അല്ലല്ലോ കർത്താവേ. ഞങ്ങൾ യഥാർത്ഥത്തിൽ ദൈവം കാണിച്ച വഴിയിൽ കൂടി പോയി നിൻ്റെ വലിയ മഹത്വ പ്രത്യക്ഷതയിൽ കർത്താവെ നിന്നോടൊപ്പം ആയിരിക്കാനും, കർത്താവെ നീ രഹസ്യത്തിൽ വരുമ്പോഴേ ഞങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ദൈവം ആണെന്ന് ചിന്തിപ്പാനും, അതിനു മുമ്പ് ഞങ്ങൾ ഈ ലോകത്തിൽ മരിച്ചാൽ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ആയിരിക്കും എന്നുള്ള വലിയ പ്രത്യാശയിലും ഈ ദിവസങ്ങൾ ജീവിപ്പാനായി ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ചില ദമ്പതികളെ ദൈവം കാണിച്ചു തരുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിൻ്റെ വലിയ റിലീസ് ഈ ദിവസങ്ങളിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടഞ്ഞു വെച്ചിരിക്കുന്നതൊക്കെ തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാറായെ സന്ദർശിച്ച ദൈവം, ഹല്ലേലൂയ, എലിസബത്തിനെ സന്ദർശിച്ച ദൈവം അവരുടെ ജീവിതത്തെയും സന്ദർശിക്കട്ടെ. കുഞ്ഞുങ്ങളെ നീ ദാനമായി കൊടുക്കണം, പുത്രസമ്പത്തിനെ നീ കൊടുക്കണം. അത് ദൈവത്തിൻ്റെ ദാനമാണല്ലോ ഉദരഫലം. അത് കർത്താവെ അനുഭവിപ്പാനായിട്ട് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് ക്ഷീണാവസ്ഥയിലെ ക്യാൻസറിലും ഒക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരിത് വാച്ച് ചെയ്യുന്നല്ലോ. അവരെ നീ വിടുവിക്കണമേ.
കർത്താവെ കഷ്ടത സഹിപ്പാൻ കൃപ തരണമേ എന്ന് പാടുന്നതിലുപരിയായി കഷ്ടതയെ ജയിക്കാനുള്ള കൃപ തരണമേ എന്ന് പാടുവാനായിട്ട് കർത്താവെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ ശക്തി അവരോട് കൂടെ ഇരിക്കണം. കർത്താവെ കീമോ ഒക്കെ കുറച്ചു കൊടുക്കണം. കർത്താവെ റേഡിയേഷൻ വേണ്ടെന്ന് തീരുമാനിക്കണം. ഈ ദിവസങ്ങളിലെ വലിയ അത്ഭുത രോഗശാന്തികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്ന എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കണം. കർത്താവ് ഈ ദിവസങ്ങളിൽ നിൻ്റെ ശക്തി അവർക്കുള്ളിൽ വ്യാപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. ഇന്ന് പറഞ്ഞ മെസ്സേജ് തീർന്നിട്ടില്ല. നാളെ അത് കണ്ടിന്യൂ ചെയ്യും. നമ്മളത് വാച്ച് ചെയ്യുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യണം. നിങ്ങളുടെ പ്രെയർ റിക്വസ്റ്റുകൾ ആ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരണം. ഞങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇത് റെഗുലറായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.